അറിയില്ല കുട്ടികളെ. ഈ സ്റ്റോറി ഞാൻ അങ്ങോട്ട് റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുമ്പം എന്നും ഓരോ പ്രശ്നങ്ങളാണ്. ഇനി ഞാൻ പറയുന്നില്ലൊന്നും. മോണിറ്റൈസേഷൻ കിട്ടട്ടെ. അത് കഴിയുമ്പോൾ മാറിക്കോളായിരിക്കും ഈ ഒരു പ്രശ്നം. ഓക്കെ, ഹൃദയരാഗം. തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് വയൽവരമ്പത്ത് പരിചിതമായ ഒരു ബൈക്കിന്റെ ശബ്ദം കേട്ടത്. തിരിഞ്ഞു നോക്കാൻ പോലും കേൾപ്പില്ല. എന്തുകൊണ്ടോ ഹൃദയതാളം അത് അനുവദിക്കുന്നില്ല. നിശ്ചലമായി പോയൊരവസ്ഥ. അപ്പോഴേക്കും ആ ബൈക്ക് തൻ്റെ അരികിൽ കൊണ്ടുവന്ന് നിർത്തിയിരുന്നു. ഒരു നിമിഷം ശ്വാസമെടുക്കാൻ പോലും അവൾ മറന്നുപോയി. ദിവ്യ. ഒരു നിമിഷം അവൻ്റെ നാവിൽ നിന്നും തൻ്റെ പേര് കേട്ടപ്പോൾ പോലും അവൾക്കുണ്ടായ അനുഭൂതി ചെറുതായിരുന്നില്ല. ആ സ്വരം തനിക്കായി അവൻ്റെ നാവിൽ നിന്ന് മുതിരാൻ എത്രത്തോളം കാലം താൻ കാത്തിരുന്നു. സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും ഒക്കെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. നിറകണ്ണുകളോടെയാണ് അവൻ്റെ മുഖത്തേക്ക് പോലും അവൾ നോക്കിയത്. അവന് മാത്രം ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു 100 അർത്ഥങ്ങൾ നിറഞ്ഞൊരു നോട്ടം. ആ നോട്ടമോ അവനെ തകർക്കാൻ കെൽപ്പുള്ളതും. അതുവരെ അവൻ സമ്പാദിച്ച ആത്മധൈര്യത്തെ മുഴുവൻ ആ ഒരൊറ്റ നോട്ടം കൊണ്ട് അവൾ തകർത്ത് കളഞ്ഞിരുന്നു. ആകാശത്തെ മുകിൽ മാഞ്ഞ് ഇളവയിൽ വെളിച്ചം തൂകി ഇരുവർക്കും വേണ്ടി വന്നു. താൻ കരയുകയാണോ? അല്ല, ആനന്ദുവേട്ടൻ എൻ്റെ പേര് വിളിച്ചപ്പോൾ. താൻ അവളുടെ പേരൊന്ന് വിളിക്കുന്നത് പോലും അവൾ ഉണ്ടാക്കുന്ന സന്തോഷം ചെറുതല്ല. അതിൽ പോലും അവൾ സന്തോഷം കണ്ടെത്തുന്നു. അതവനെ വല്ലാതെ അമ്പരപ്പിച്ചു. തനിക്കെന്നെ ഒരുപാട് ഇഷ്ടമാണോ? അവളുടെ മുഖത്തേക്ക് നോക്കാതെയായിരുന്നു അവൻ ആ ചോദ്യം ചോദിച്ചത്. ആണോന്നോ? അതെന്തൊരു ചോദ്യമാണ് അനന്തുവേട്ട. ഇത്രത്തോളം ഞാൻ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് മാത്രമേ എൻ്റെ കയ്യിൽ മറുപടിയുള്ളൂ. അതിനുള്ള കാരണം പോലും എനിക്കറിയില്ല. ഒരു ബാധകളും ഇല്ലാത്തൊരിഷ്ടം. ഇന്നത്തെ സന്തോഷം, നാളത്തെ സന്തോഷം, ഇന്നലത്തെ സന്തോഷവും ഭാവിയിലേക്കുള്ള സമ്പാദ്യവും എല്ലാം അനന്തുവേട്ടനോടുള്ള ഇഷ്ടം മാത്രമാണ് എനിക്ക്. നിഷ്കളങ്കമായി പറയുന്ന പെൺകുട്ടിയോട് അവന് സഹതാപം തോന്നി. അങ്ങനെയാണെങ്കിൽ എനിക്കും തന്നെ ഇഷ്ടമാണ്. വിദൂരതയിലേക്ക് എവിടെയോ കണ്ണു നട്ടുകൊണ്ടായിരുന്നു അവനത് പറഞ്ഞതെങ്കിലും ഒരു നിമിഷം അത് വിശ്വസിക്കാനാവാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ശ്വാസഗതികളിൽ പോലും ഉണ്ടായ വേലിയേറ്റവും വേലിയിറക്കവും അവൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഏറെ പ്രിയമുള്ളൊരു വാക്ക് തന്നെ. ദിവ്യയുടെ ജീവനോളം തന്നെ വിലയുള്ളൊരു വാക്ക്. ആണോ? അവളുടെ ശബ്ദം പോലും അല്പം ഉയർന്നു പോയതുപോലെ അവന് തോന്നിയിരുന്നു. പെട്ടെന്നാണ് അവൾക്കും സ്ഥലകാല ബോധം തിരിച്ചു കിട്ടിയത്. പെട്ടെന്ന് കേട്ടപ്പോൾ അറിയാതെ സോറി, ശരിക്കും പറഞ്ഞതാണോ? എന്നെ ഇഷ്ടമാണോ? ഒരിക്കൽ പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും പറയുന്നത് എനിക്കിഷ്ടമല്ല. അത് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. മാഞ്ഞു പോകുമെന്ന് തോന്നിയൊരു സ്വപ്നം വീണ്ടും തെളിമയോടെ തൻ്റെ മുൻപിൽ നിറഞ്ഞു നിൽക്കുന്നു. അത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കും ഇഷ്ടമാണ്. മതി ചേട്ടാ, മതി. ഈ ഒരു വാക്ക് മാത്രം മതി. ഒരു 100 ജന്മം പിടിച്ചു നിൽക്കാനുള്ള ശക്തിയുണ്ട് ഈ വാക്കുകൾക്ക്. ഒരുപാട് സന്തോഷമായി. ഐ ലവ് യു, റിയലി ഐ ലവ് യു. ആനന്ദത്തിൻ്റെ കൊടുമുടിയിലാണ് അവളെന്ന് ആ നിമിഷം അവന് തോന്നി. ബൈക്കിൽ വെച്ചിരുന്ന് അവൻ്റെ കൈയെടുത്ത് ഒരു നിമിഷം ചുണ്ടോട് ചേർത്തിരുന്നു അവൾ. ആ നിമിഷം അവനും ഞെട്ടിപ്പോയിരുന്നു. അത്ഭുതത്തോടെ അവളുടെ മുഖത്തേക്ക് തന്നെ അവൻ നോക്കിപ്പോയി. അപ്പോൾ അതാ അവിടെ ഒരു കുഞ്ഞു കുസൃതിച്ചിരി മുള പൊട്ടി. സന്തോഷം കൊണ്ടാണ്. ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നു. അത്രയ്ക്ക് സന്തോഷം കൊണ്ട്. ഇത് റോഡായിപ്പോയി. ഇല്ലായിരുന്നെങ്കിൽ കെട്ടിപ്പിടിച്ചിരുമ്പോ തന്നേനെ. ദൈവമേ, ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത പെണ്ണിനെയാണോ അവൻ കെട്ടാൻ പോകുന്നത്? മനസ്സിലാണ് അനന്തു ചിന്തിച്ചത്. ഒരു വിധത്തിൽ അവളുടെ കയ്യിൽ നിന്നും തൻ്റെ കരങ്ങൾ അകറ്റാനും അവൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവൻ വലിച്ചു മാറ്റും തോറും അതിന് ശക്തി കൂടുന്നതും ആ കരങ്ങൾ അവളുടെ കരങ്ങളുമായി മുറുകുന്നതുമൊക്കെ അവൻ അറിഞ്ഞു. നീ എന്താ കൊച്ചി കാണിക്കുന്നത്? റോഡാണ്, ആരെങ്കിലും കണ്ട. അനന്തു പറഞ്ഞപ്പോഴാണ് അവൾക്കും ബോധം വന്നത്. ആ നിമിഷം തന്നെ അവൻ്റെ കരങ്ങൾ അവളെ സ്വതന്ത്രമാക്കിയിരുന്നു. എനിക്ക് ചേട്ടനോട് കുറേ കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ സന്ധ്യയാവുന്നു. ഒരുപാട് താമസിച്ച അമ്മ വഴക്ക് പറയും. ഞാൻ വീട്ടിൽ ചെന്നിട്ട് വൈകിട്ട് വിളിക്കട്ടെ? ഫോൺ എടുക്കൂ? അതിനെന്താ, വിളിച്ചോളൂ. മടിയോടെ ആണെങ്കിലും അവൻ അങ്ങനെ പറഞ്ഞിരുന്നു. ഒരു നിമിഷം സ്വർഗം കിട്ടിയ സന്തോഷത്തോടെയാണ് അവൾ തിരികെ വീട്ടിലേക്ക് പോയത്. അവളുടെ കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മാർത്ഥത അവനെ തളർത്തുന്നുണ്ടായിരുന്നു. ഹരിതയിൽ പോലും കാണാത്തൊരു തിളക്കം. തന്നെ കാണുമ്പോൾ അവളുടെ മുഖത്ത് അതവൻ ശ്രദ്ധിച്ചിരുന്നു. ഒരിക്കലും തന്നെ കാണുമ്പോൾ ഹരിതയുടെ മിഴികൾക്ക് ഇത്രത്തോളം ഉണ്ടായിരുന്നില്ല. തനിക്ക് വേണ്ടി മാത്രമാണ് ആ മിഴികൾ വാചാലമാകുന്നത്.
തന്നോട് കഥകൾ പറയാൻ കൊതിക്കുന്നു. തെറ്റാണ് ചെയ്യുന്നതെന്ന് പൂർണ്ണ ബോധമുണ്ടെങ്കിലും കുറ്റബോധത്തിൻ്റെ കാരമുള്ളുകൾ തൻ്റെ ഹൃദയത്തെ കുത്തി നോവിക്കുന്നുണ്ടെങ്കിലും ഈ നിമിഷം ഒന്നും ചെയ്യാൻ തനിക്ക് സാധിക്കില്ല. നിസ്സഹായനായി നിന്നു ആ നിമിഷം അനന്തു. രാത്രിയിൽ കിരണിനും കൂട്ടുകാർക്കും ഒപ്പം ഇരുന്ന് സൊറ പറയുമ്പോഴാണ് തുടരെ തുടരെ ഫോൺ ബെല്ലടിക്കുന്നത് അനന്തു കണ്ടത്. ഫോൺ എടുത്ത് നോക്കിയ നിമിഷം തന്നെ അവൻ്റെ മുഖത്ത് വാട്ടൽ നിറഞ്ഞു. കിരൺ അത് കണ്ടുകയും ചെയ്തു. എന്തടാ? പുല്ല്, ആ പെണ്ണ് വിളിക്കുന്നു. കിരണിനോട് മാത്രമായി അവൻ പറഞ്ഞു. ആര്? നിന്റെ കോൺട്രാക്ട് കാമുകിയോ? എടാ, ഞാൻ എന്താ അതിനോട് വിളിച്ചു പറയുന്നത്? പിന്നെ നീ പ്രേമിച്ചിട്ടില്ലല്ലോ. പ്രേമിക്കുമ്പോൾ ഹരിതയോട് പറഞ്ഞതൊക്കെ തന്നെ നീ കട്ട് പേസ്റ്റ് ചെയ്തിട്ട് അവളോട് പറയണം. കിരൺ പറഞ്ഞു. അയ്യേ, എന്തയ്യേ? നീ അത്രയ്ക്ക് മോശമായിരുന്നോ അവളോട് സംസാരിച്ചു കൊണ്ടിരുന്നത്? വെറുതെ അല്ല അവൾ വിട്ടിട്ട് പോയത്. പോടാ തെണ്ടി, ഞാനൊന്നും പറയുന്നില്ല എന്നതായിരുന്നു അവളുടെ പ്രശ്നം. വെറുതെ അല്ല പോയത്. ഇത്ര കാലം ഞാൻ വിചാരിച്ചു എന്ത് കാര്യം കൊണ്ടാണ് അവൾ ഇട്ടിട്ട് പോയതെന്ന്. ഇപ്പം മനസ്സിലായി. എടാ മോനെ, ആനത് പല്ല് കടിച്ചു. നീ ഫോൺ എടുക്കടാ, കുറേ നേരമായിട്ട് അടിക്കാൻ തുടങ്ങിയിട്ട്. അല്ലെങ്കിൽ നീ അങ്ങോട്ട് വിളിക്ക്. ഒരു ആത്മാർത്ഥയുള്ള കാമുകൻ ചെയ്യുന്നത് അങ്ങനെയല്ലേടാ? നിനക്ക് കളി. ആ പെണ്ണിനോട് എന്താ പറയുന്നത്? അവളാണെങ്കിൽ ഒരു ബ്രേക്ക് ഇല്ലാത്ത സാധനം. ഇന്ന് ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴേക്കും അവൾ ആ നടു റോഡിൽ വെച്ച് എന്നെ. ആനന്ദ് ഒന്ന് നിർത്തി. നടു റോഡിൽ വെച്ച് നിന്നെ? അവൾ എന്തു ചെയ്തു? പെട്ടെന്ന് സംസാരിക്കുവാൻ കിരണിനൊരു ഉത്സാഹം കൈവന്നു. ആനന്ദും അത് മനസ്സിലാക്കി. ഒന്നുമില്ല. അല്ല, നീ എന്തോ പറയാൻ വന്നതല്ലേ? ഇപ്പോൾ വിഴിഞ്ഞത് പറയടാ. അവൾ നടു റോഡിൽ വെച്ച് എന്താ ചെയ്തേ? ഒന്നുമില്ല, നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴേക്കും അവളെൻ്റെ കയ്യിൽ ഉമ്മ വന്നു. അല്പം മടിയോടെ അനന്തു പറഞ്ഞു. സോ ഫാസ്റ്റ്, ആദ്യത്തെ ദിവസം തന്നെ. അതല്ലേ ഞാൻ പറഞ്ഞത്, ആ പെണ്ണിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അതിനോട് ഞാൻ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അത് സൂക്ഷിച്ചും കണ്ടും വേണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്, അയാളോട് വിളിച്ച് ചോദിക്കേ നീ എന്താ സംസാരിക്കേണ്ടതെന്ന്. അയ്യേ, അങ്ങനെ വേറൊരാളിനോട് കൂടി വിളിച്ച് ചോദിച്ചിട്ട് ഒരു പെൺകുട്ടിയോട് സംസാരിക്കാനോ? അയാൾ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും? അതാ പറഞ്ഞത്, നീ സാധാരണ സംസാരിക്കുന്ന പോലെ ഫോൺ എടുത്തിട്ടൊന്ന് സംസാരിക്കണം. വീണ്ടും മൊബൈൽ അടിച്ചു. കോപ്പ്, ഈ ഗതികേട് ആർക്കും വരുത്തല്ലേ. അതും പറഞ്ഞവൻ ഫോൺ എടുത്ത് കിരണിൻ്റെ അരികിൽ നിന്നും അല്പം മാറി നിന്നു. ഹലോ, പരമാവധി ശബ്ദം മൃദുവാക്കി അവൻ ചോദിച്ചു. തിരക്കിലായിരുന്നോ? ആദ്യം അവളുടെ ശബ്ദം അതായിരുന്നു. ആ, കുറച്ച്. താല്പര്യമില്ലാതെ അവൻ പറഞ്ഞു. ഇത് അമ്മയുടെ ഫോണാണ്, എനിക്ക് ഫോണില്ല. ഒച്ച താഴ്ത്തിയാണ് അവൾ സംസാരിച്ചത്. നന്നായി. ആശ്വാസത്തോടെ അവൻ പറഞ്ഞു. എന്ത്? അല്ല, ഇപ്പോഴത്തെ കാലത്തെ ഈ ഫോൺ ഇല്ലാതിരിക്കുന്നത് നല്ലതെന്നാണ് പറഞ്ഞത്. അമ്മ വരുന്നതിന് മുമ്പ് സംസാരിക്കാമെന്ന് കരുതിയാണ് ഞാൻ വിളിച്ചത്. ബുദ്ധിമുട്ടാണോ ചേട്ടാ? നിഷ്കളങ്കമായ ചോദ്യം ചോദിച്ചവൾ. ഇല്ല, നീ പറ. പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു വട്ടം കൂടി പറയാമോ? കെഞ്ചുന്ന പോലെ അവൾ ചോദിച്ചു. എന്ത്? വൈകുന്നേരം പറഞ്ഞ പോലെ എന്നെ ഇഷ്ടമാണെന്ന്. അന്നേരം അനന്തോട്ടം പറഞ്ഞ സന്തോഷത്തിൽ ഞാനൊന്നും കേട്ടില്ല. ഇപ്പോൾ ഒന്ന് കേൾക്കാനാ. ഒന്ന് പറയാമോ ചേട്ടാ? അനന്തുവിന് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. പക്ഷെ അത് മറച്ചു വെച്ചാണ് അവൻ സംസാരിച്ചത്. എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് പിന്നെയും പിന്നെ പറയണം. കേൾക്കാനുള്ള കൊതി കൊണ്ടല്ലേ അനന്തു ഏട്ടാ, പ്ലീസ് റൊമാൻറ്റിക് ആയിട്ടൊന്ന് പറ. ദിവ്യയുടെ മറുപടി കേട്ടപ്പോൾ അവന് ദേഷ്യമാണ് വന്നത്. അയ്യേ, എനിക്കങ്ങനെയൊന്നും പറയാൻ അറിയില്ല. ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ്. വേറെ അലങ്കാരങ്ങളൊന്നും ചേർക്കാൻ എനിക്കറിയില്ല. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കും. ഉറച്ചുള്ള അവൻ്റെ മറുപടിയിൽ ആദ്യം ഒരു വേദന തോന്നിയെങ്കിലും കൂട്ടുകാരും മറ്റും പറഞ്ഞു കേട്ടിട്ടുള്ള പരിചിതരായ കാമുകന്മാരുടെ ശൈലിയിൽ നിന്നും അവൻ വ്യത്യസ്തനായത് അവൾക്കിഷ്ടമായിരുന്നു. അല്ലെങ്കിലും അവനിൽ നിന്നും അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ അവൾക്കും ഉണ്ടായിരുന്നില്ല. ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്തവൾക്ക് ഇതുതന്നെ ധാരാളമായിരുന്നല്ലോ. തൻ്റെ ഉള്ളിൽ അനന്തു എന്നാൽ മറ്റൊരാളിനോട് തനിക്ക് വിവർത്തനം ചെയ്ത് കൊടുക്കാൻ പോലും അറിയാത്ത ഒരു ഭാഷയാണ്. ആകർഷണം തോന്നി തുടങ്ങിയ കാലം മുതൽ ഹൃദയത്തിൽ പേറുന്ന തൻ്റെ പ്രിയപ്പെട്ട ഒരു സ്വപ്നം, അവൻ്റെ ഓർമ്മയിൽ മാത്രം ജീവിക്കുന്ന ഒരു പെണ്ണ്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നെ ഇഷ്ടമാണെന്നാ പറഞ്ഞതെന്ന്. എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം? അവളുടെ ആ ചോദ്യം അവനൊന്ന് പതറി. അപ്പം ഇഷ്ടപ്പെടണ്ടേ? അവൻ മറുചോദ്യം എറിഞ്ഞു. അയ്യോ, അങ്ങനെയല്ല. ഇത്ര ദിവസം എന്നെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊരു ദിവസം ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് ചോദിച്ചതാ. പെട്ടെന്നൊന്നുമല്ല. നിന്നെ കെട്ടാൻ പോകുന്നവൻ എന്നെ കാണാൻ വന്നിരുന്നു. അവൻ എന്നോട് പറഞ്ഞു എന്നെ ഇഷ്ടമാണെന്നോ നീ പറഞ്ഞെന്ന്. ഒരുവിധം പറഞ്ഞൊപ്പിച്ചവൻ. കെട്ടാൻ പോകുന്നവനോ? മനസ്സിലാവാതെ അവൾ ചോദിച്ചു. ആ, വിവേക്. അതിന് വിവേകേട്ടനെ എന്നെ കെട്ടുന്നതെന്ന് ആരാ പറഞ്ഞേ? അനന്തുവേട്ടനെ എന്നെ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞേ?
അപ്പം ഇനി അനന്തുവേട്ടൻ മാത്രമല്ലേ എന്നെ കല്യാണം കഴിക്കൂ? ഇടിമിന്നൽ പോലെയാണ് അവളുടെ വാക്കുകൾ അവൻ്റെ കാതിൽ തുളച്ചത്. അനന്തുവേട്ടൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ സമയം തന്നെ ഞാൻ മനസ്സിലത് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി എത്ര കാലം വേണമെങ്കിലും അനന്തുവേട്ടന് വേണ്ടി ആരോടും പൊരുതി നിൽക്കാൻ ഞാൻ റെഡിയാ. ഇനി മറ്റൊരാളെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറയരുത്. വേറെ എന്ത് വെള്ളം പറഞ്ഞു. അവളോട് എന്ത് മറുപടി പറയണമെന്ന് അവൻ അറിയില്ലായിരുന്നു. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? അവൻ വിഷയം മാറ്റി. പ്രത്യേകിച്ചൊന്നുമില്ല, ഇതൊക്കെ ചോദിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. ഞാൻ ചെറിയൊരു തിരക്കിൽ നിൽക്കുക, കൂട്ടുകാരൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ മാറി നിന്ന് ഫോൺ ചെയ്യുമ്പോൾ അവർക്ക് സംശയം തോന്നും. ഞാൻ നിന്നെ നാളെ വിളിച്ചാൽ പോരെ? മടിയോടെ അവൻ ചോദിച്ചു. കൂട്ടുകാർക്കൊക്കെ അറിയോ? ഇല്ല, ആർക്കും അറിയില്ല. നീ നിന്റെ കൂട്ടുകാരോടൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ. മുന്നറിയിപ്പ് പോലെ അവൻ പറഞ്ഞു. അതെന്താ? എന്തിനിതിപ്പോൾ ഇങ്ങനെ കൊട്ടിഘോഷിച്ച് നടക്കുന്നേ? അതിൻ്റെ ആവശ്യമുണ്ടോ? ആരെങ്കിലും ചെന്ന് നിന്റെ വീട്ടിലെങ്ങാനും പറഞ്ഞാൽ അത് പ്രശ്നമാവില്ലേ? ശരിയാ, അത് ഞാൻ ഓർത്തില്ല. അവൾ പറഞ്ഞു. അതാ പറഞ്ഞത് കൂട്ടുകാരോടൊന്നും പറയാൻ നിൽക്കണ്ടാന്ന്. പക്ഷെ ഞാൻ നീതുവിനോട് പറയൂ കേട്ടോ. അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എനിക്ക് അനന്തുവേട്ടന് ഇഷ്ടമുള്ള സമയം തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൾക്കറിയാം. അവളാണ് എനിക്ക് നമ്പറൊക്കെ തപ്പി പിടിച്ചു തന്നത്. അപ്പോൾ പിന്നെ അവളോട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതിന് അനന്തുവേട്ടൻ എന്നോട് പിണങ്ങല്ലേ? കൊഞ്ചിക്കൊഞ്ചുള്ള അവളുടെ സംസാരം അതവന് ദേഷ്യമാണ് വന്നത്. നീതു എന്ന് പറഞ്ഞത് നീതിൻ്റെ പെങ്ങളല്ലേ? ആ അതെ. ആ കുട്ടി അവനോട് വല്ലതും പറയോ? ഏയ്, അവളങ്ങനെ ആരോടും പറയില്ല. എങ്കിൽ കുഴപ്പമില്ല, അവളോട് മാത്രം പറഞ്ഞാൽ മതി. എനിക്ക് അനന്തുവേട്ടനെ നേരിട്ട് കണ്ട് സംസാരിക്കണം എന്നുണ്ട്. ഉത്സാഹത്തോടെ ദിവ്യ പറഞ്ഞു. അതൊന്നും വേണ്ട, അതൊക്കെ പിന്നെ വലിയ പ്രശ്നമാവും. എന്ത് പ്രശ്നം? നിന്റെ വീട്ടിലൊക്കെ അറിയും, പിന്നെ വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. എനിക്ക് തന്നെ അനന്തുവേട്ടനെ ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കണം. എത്ര കാലമായി ഞാൻ ആഗ്രഹിക്കുന്നതാണെന്നറിയോ? കൂടിയിരുന്നൊന്ന് ഒന്ന് സംസാരിക്കണം എന്ന്. അത് പരിഹരിക്കാം. ആലസ്യമായി അവൻ മറുപടി പറഞ്ഞു. ഉടനെ തന്നെ വേണ്ടതുപോലെ ചെയ്യാം. നാളെ പറ്റുമോ? നാളെ ഒന്നും എനിക്ക് വരാൻ പറ്റില്ല. നാളെയൊക്കെ ഒരുപാട് തിരക്കുണ്ട്. അവൻ ഒഴിയാൻ നോക്കി. മറ്റന്നാളോ? ശല്യം. അവൻ മനസ്സിലാണ് പറഞ്ഞത്. നമ്മൾ ഫോൺ വിളിക്കുന്നുണ്ടല്ലോ, പിന്നെന്താ പ്രത്യേകിച്ച് ഇപ്പം കണ്ട് സംസാരിക്കാൻ? ഫോൺ വിളിക്കുന്നതും കണ്ട് സംസാരിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? എനിക്കെന്നും കണ്ട് സംസാരിക്കണം. അവൾ കൊഞ്ചി പറഞ്ഞു. എന്നുമോ? അതൊന്നും നടക്കുന്ന കേസല്ല. എനിക്ക് ഒരുപാട് തിരക്കൊക്കെ ഉണ്ട്. എന്നും വന്ന് കാണാനൊന്നും പറ്റില്ല, അവൻ പറഞ്ഞു. ഒന്നിടെ വിട്ടെങ്കിലും വരാമല്ലോ. ദിവ്യ വിടാൻ ഭാവമില്ല. ശരി, നിൻ്റെ കോളേജിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ബേക്കറി വരാം, അവിടെ ഞാൻ വരാം. അപ്പം കണ്ടാൽ പോരെ? അത് വേണ്ട. അങ്ങനെയൊക്കെ വന്നിരുന്ന ഒരുപാട് ആളുകൾ കാണും, അപ്പോൾ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് കാണുമ്പോൾ മുതൽ ഉള്ളംകാലം മുതൽ തലവരെ വിറയ്ക്കാൻ തുടങ്ങും. പിന്നെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. അതിൻ്റെ കൂടെ ഒരുപാട് ആളുകളും കൂടിയുള്ള സ്ഥലമാണെങ്കിൽ അത് കൂടുകയും ചെയ്യും. അധികം ആരും ഇല്ലാത്ത എവിടെയെങ്കിലും വെച്ച് സംസാരിച്ചാൽ മതി. അധികം ആരും ഇല്ലാത്ത സ്ഥലമോ? അങ്ങനെയൊന്നും സംസാരിക്കണ്ട. ആരെങ്കിലും കണ്ടാൽ പിന്നെ നിനക്ക് തന്നെ അതിൻ്റെ ചീത്തപ്പേര്. അവൻ ഒഴിയാൻ നോക്കി. എനിക്ക് ചീത്തപ്പേര് വന്നോട്ടെ, സാറില്ല. മറ്റാരും അല്ലല്ലോ, എന്നെ സ്നേഹിക്കുന്ന ആളല്ലേ. അനന്തുവിന് സഹി കെട്ട് തുടങ്ങിയിരുന്നു. അങ്ങനെ കാണാൻ പറ്റിയൊരു സ്ഥലം ഈ നാട്ടിലില്ല. ഉണ്ട്, നമ്മുടെ അമ്പലത്തിൻ്റെ അവിടുത്തെ കുറച്ച് മാറിയിട്ടൊരു കാവില്ലേ? കാവിലധികം ആരും വരില്ല. വൈകുന്നേരം അവിടെ വരുമോ നാളെ? വൈകുന്നേരം ഏട്ടൻ ഫ്രീ ആവില്ലേ? ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങാം കോളേജിൽ നിന്ന്. അപ്പം നമുക്ക് അവിടെ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കുകയും ചെയ്യാം, അവൾ ആവേശത്തോടെ പറഞ്ഞു. നോക്കട്ടെ, ഉറപ്പ് പറയാം അനന്തുവേട്ടാ. ആ ശരി, ഓക്കെ, താങ്ക് യു അനന്തുവേട്ടാ. പിന്നെ ഞാനൊരു റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട് ഫേസ്ബുക്കിൽ. കുറേ കാലമായി ഞാൻ അയച്ചിട്ട്, ഇതുവരെ അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ ഫേസ്ബുക്കിലൊന്നും അത്ര ആക്റ്റീവ് അല്ല. എനിക്കും തോന്നിയിരുന്നു. ശരി എന്നാൽ, ഓക്കെ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ഉമ്മ. അവസാനം അവൾ പറഞ്ഞ വാചകത്തിൽ അവൻ സ്തബ്ധനായി പോയിരുന്നു. മറുപടി എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ അവൾ ഫോൺ കട്ട് ചെയ്തിരുന്നു. തുടരും. ഇഷ്ടമാവുന്നുണ്ടോ അനന്തുവിനെ? ഇങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല അല്ലേ? നമുക്ക് ശരിയാക്കാം കേട്ടോ.